We will continue. 11th stanza തൊട്ട് 11ാമത്തെ stanza തൊട്ട് വായിക്കാം. With flowers of myriad hues, festivals in the cows, marked by elegant lamps and the peepal tree, with its stone encircled base, the songs of plowman during the day, and the fierce-on violent silence of the night, all these are moving slowly away, yielding to stone, soot, cement, steel, raining over the flowers, howling and surging ahead, attire and petrol day and night, walls spring up everywhere, jostling for space left and right, everywhere the rough day is raucous as it is a rough night too, everywhere noises quickening, everywhere movements quickening, strangers brawling, locking horns, do not strangers, neighbors all. അപ്പോൾ നമ്മൾ ഈ സ്റ്റാൻസുകളിൽ എന്താണ് പറയുന്നത്? 11ാമത്തെ സ്റ്റാൻസ് തൊട്ട് എന്താണ് പറയുന്നത്? സ്ലോപ്സ് കവേർഡ് വിത്ത് ഫ്ലവേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ്, ഫെസ്റ്റിവൽ ഇൻ ദ കാവ്സ്, മാർക്ക്ഡ് ബൈ ബ്യൂട്ടിഫുൾ ലാംപ്സ് ആൻഡ് ദ പാപ്പിൾ ട്രീസ് വിത്ത് സ്റ്റോൺ എൻസർക്കിൾ ബേസ്, ഓൾ ആർ വാനിഷിങ്. സാധാരണ വീടുകളുടെ മുകളിൽ ഇങ്ങനെ ഓരോ ചെടികളൊക്കെ പടർത്തും, അതിനൊക്കെ നല്ല പൂക്കളുണ്ടാവും. പിന്നെ കാവുകളിൽ, അമ്പലങ്ങളിലൊക്കെയുള്ള ഫെസ്റ്റിവലുകൾ എന്ന് വെച്ചാൽ ഉത്സവങ്ങൾ, അതുപോലെ നല്ല ഭംഗിയുള്ള വിളക്കുകൾ, അതെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ദ സോങ്സ് ഓഫ് ദ ഡേ ആൻഡ് ദ സൈലൻസ് ഓഫ് ദ നൈറ്റ് ആർ ആൾ മൂവിങ് അവേ. അപ്പം രാവിലെ നേരം വെളുക്കുമ്പോൾ ഓരോ അമ്പലങ്ങളിലൊക്കെ നല്ല കേൾക്കുന്ന പാട്ടുകൾ, അതുപോലെ രാത്രിയിലുള്ള നിശബ്ദത, അതൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ട് ഇപ്പോഴത്തെ എന്താ അവസ്ഥ? ഇപ്പോൾ രാത്രി പോലും ശബ്ദമയമായിട്ടാണ് ഇരിക്കുന്നത്. രാത്രിക്ക് പോലും ഒരു സമാധാനമില്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. നൗ വാട്ട് വി ഹാവ് ഈ സ്റ്റോൺ, സൂട്ട്, സിമെൻറ്റ് ആൻഡ് സ്റ്റീൽ റെയിനിങ് ഓവർ ഫ്ലവേഴ്സ്, മേക്കിംഗ് നോയ്സ് ആൻഡ് മൂവിങ് എഹെഡ് ആർ വെഹിക്കിൾസ് ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഡേ ആൻഡ് നൈറ്റ്. ഇപ്പോൾ എവിടെ നോക്കിയാലും വാഹനങ്ങൾ ഓടുന്നുണ്ട്. അത് രാത്രിയോ പകലോ ഒന്നുമില്ല, എപ്പോഴും വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. Days and nights have become noisy. Noises are increasing everywhere. So are movements. Strangers are quarreling. Even neighbors are fighting. ഇപ്പോൾ എന്താ, മനുഷ്യർ തമ്മിലുള്ള ബന്ധവും അതുപോലെ തന്നെ മാറിക്കൊണ്ടിരിക്കുന്നത്. പരിചയമില്ലാത്തവർ തമ്മിലാണെങ്കിൽ പോലും വഴക്കുണ്ടാക്കുന്നുണ്ട്. അതുപോലെ അടുത്ത അയൽവക്കത്തവരുമായിട്ട് നമ്മൾ വഴക്കുണ്ടാക്കുന്നത്. അപ്പം പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന കുന്നിൻ ചെരുവുകളില്ലാതാകുന്നു. കാവുകളിലെ അമ്പലങ്ങളിലേക്ക് ആഘോഷങ്ങൾ, അവിടെ വെച്ചിരിക്കുന്ന ഭംഗിയുള്ള വിളക്കുകൾ, അതെല്ലാം ഇപ്പോൾ അപ്രത്യക്ഷമായിക്കൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ അവിടെയുള്ള ചുറ്റിനുള്ള മരങ്ങളിലെ പുഷ്പങ്ങളും ഒന്നും നമുക്കിപ്പോൾ കാണാനില്ല. അപ്പോൾ പകലും രാത്രിയും, പകലിൽ നമുക്ക് കേൾക്കാൻ പറ്റിയിരുന്ന പാട്ടുകളും രാത്രിയിൽ നിശബ്ദതയായിരുന്നു, നമുക്ക് സമാധാനമായിട്ട് ഉറങ്ങാമായിരുന്നു. പക്ഷെ അതെല്ലാം ഇപ്പോൾ മാറിയിട്ട്, അതുപോലെ തന്നെ നമ്മളിപ്പോൾ കാണുന്ന പൂക്കളുടെ മുകളിൽ കല്ലും പൊടിയൊക്കെ സിമൻറ്റും ഒക്കെ വീഴുകയാണ്. അപ്പം ഇപ്പോൾ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മരത്തിലേക്ക് നിങ്ങൾ നോക്കുക, അവിടെയെല്ലാം നോക്കാൻ കാണാൻ നിറയെ പൊടിയുണ്ടാവും. കാരണം എന്തുകൊണ്ടാണ്? വാഹനങ്ങളിങ്ങനെ തുരുതുരാന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റോഡുകൾ കൂടി രാവും പകലും ബഹളം ഉണ്ടാക്കിക്കൊണ്ട് ഓടുന്ന വണ്ടികൾ കാണാം. രാത്രികൾ പകൽ പോലെ തന്നെ ശബ്ദമയമാണ്. ശബ്ദങ്ങൾ വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നാണ് പറയുക. എപ്പോഴും നോക്കിയാലും ശബ്ദം തന്നെ, രാത്രിയോ പകലോ ഒന്നും ഇല്ലാതെ തന്നെ വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നു. വാഹനങ്ങളുടെ പുകയും അതുപോലെ ഒക്കെ വീണിട്ട് റോഡ് സൈഡിലുള്ള മരങ്ങളിലെ പൂക്കളെല്ലാം മണ്ണ് പിടിച്ച് വൃത്തികേടായിട്ടിരിക്കുന്നു. അമ്പലങ്ങളിലാണെങ്കിൽ പഴയ പോലെയുള്ള ഉത്സവങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും വളരെയധികം മാറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ രാത്രിയും പകലും ഒക്കെ ഇപ്പോൾ ഒരുപോലെയാണ്. പിന്നെ അതുതന്നെയല്ല, അടുത്ത വീട്ടുകാരുമായിട്ട് പോലും നമ്മൾക്ക് സ്നേഹമായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല. തമ്മിൽ അടി തന്നെ. സ്ട്രേഞ്ചേഴ്സ് ആർ നൈബേഴ്സ് ആൻഡ് നൈബേഴ്സ് ടോട്ടൽ സ്ട്രേഞ്ചേഴ്സ്. Malur Kayam shall be mere name from now on, and the deity of Malur but a wayside deity. Even this Andimakalam Kunnu that stands in still grandeur will seem like a spinning top heard by a hot-headed child robot. Man is full of play, tears and laughter. If he turns into a machine of Mother Perar, would you also turn into grieving, reeking drain? ഇപ്പോൾ ലാസ്റ്റ് ഭാഗങ്ങളിൽ, ലാസ്റ്റ്
ലൈൻസൊക്കെ എന്താ പറഞ്ഞത്. ഇപ്പം നൈബേഴ്സ് ആർ ബിഹേവിങ് ലൈക്ക് സ്ട്രേഞ്ചേഴ്സ്. തൊട്ടടുത്ത് താമസിക്കുന്ന ആരാന്ന് പോലും ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അറിയണ്ടാവില്ല. കാരണം അവരെല്ലാം പരിചയമില്ലാത്തവരെ പോലെ ആണ് പെരുമാറുന്നത്, അപരിചിതരായിട്ടാണ് പെരുമാറുന്നത്. മലൂക്കായം വിൽ ബിക്കം എ സ്ട്രേഞ്ച് നെയിം ആൻഡ് ദ ഡയറ്റി ഓഫ് മലൂർ will become a Vaisar deity. Even the Andimahakalakunnu that is still become is standing in glory will seem like a spinning top hurled by hot-headed child robot. Mine is full of play, tears and laughter. If it turns into a machine, will you മദർ പേര ടേൺ ഇൻറ്റു എ സാഡ് ആൻഡ് ഫൗൾ സ്മെല്ലിംഗ് ട്രെയിൻ. ഇവിടെ എന്താ പറയുന്നത്, അയൽക്കാരാണ് അപരിചിതരെ പോലെയാണ് പെരുമാറുന്നത്. അപ്പം ഉള്ളൂർ കയം ഒരു അപരിചിത നാമമായിട്ട് മാറും. ഉള്ളൂരല്ല, മള്ളൂർ. മള്ളൂർ കയം ഒരു അപരിചിത നാമമായിട്ടാണ് മാറുന്നത്. മള്ളൂർ ദേവൻ വെറും ഒരു വഴിയോര ദൈവമാവും. ഇത് ഒരു കാവിൻ്റെ കാര്യമാണ് പറയുന്നത്. Malur Kayam shall be mere name from now on, and the deity of Malur, അവിടുത്തെ ദൈവം അത് ഇവിടെ വേസ ഡയറ്റി, അത് വഴിയോരത്തിലെ ഒരു ദൈവമാവും എന്നാണ് പറയുന്നത്. തലയ്ക്ക് ചൂടുള്ള ഒരു കുട്ടി റോബോട്ട് എറിഞ്ഞ ഒരു പമ്പരം പോലെയായിരിക്കും ഇന്ന് തല ഉയർത്തി നിൽക്കുന്ന അന്തിമഹാകാളൻ കുന്ന്. ഇവിടെ എഴുതിക്കുന്ന അന്തിമഹാകാളൻ കുന്ന് പിന്നീട് കാണപ്പെടുക. മനുഷ്യൻ കളിയും കണ്ണുനീരും ചിരിയുണ്ട്. മനുഷ്യൻ ഒരു യന്ത്രമായാൽ പേരാർ അമ്മേ നീ ഒരു ദുർഗന്ധം വമിക്കുന്ന അഴുക്കുചാലായി മാറുമോ. ഇവിടെ എന്താണ് മനുഷ്യരെ പറ്റി പറയുന്നത്? മനുഷ്യരുടെ സ്വഭാവം മാറി അടുത്ത വീട്ടിൽ താമസിക്കുന്ന ആരാന്ന് പോലും മനസ്സിലാവുന്നില്ല. അതുപോലെ നമുക്ക് അമ്പലങ്ങളും അമ്പലത്തിലുള്ള ദൈവമൊക്കെ ആരും ഇപ്പം അതിനൊന്നും ഒരു വില കൊടുക്കുന്നില്ല. മനുഷ്യരായിട്ടല്ല ഇപ്പോൾ താമസിക്കുന്നതെല്ലാം റോബോട്ട് പോലെയാണ്. എന്ന് വെച്ചാൽ അതിനെ നമ്മൾ പറയുമല്ലോ, കുട്ടികളിങ്ങനെ ഇത് കീ കൊടുക്കുമ്പോൾ മീൻസ് അതിനെ ഓൺ ചെയ്യുമ്പോൾ കളിക്കുന്ന പാവ പോലെയാണ് എല്ലാം ഉണ്ടാകുന്നത്. കാരണം ആരും മനുഷ്യരുടെ ഒരു വികാരമൊന്നും ഇല്ലാതെ എന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്നുണ്ട്. അതുപോലെ ഇനി ഇങ്ങനെ പോയാൽ പേരാറിനെ ഒരു അമ്മയെന്ന് വിളിച്ചാൽ നീ ഒരു ദുർഗന്ധം വമിക്കുന്ന അഴുക്കുചാലായി മാറും. ഇങ്ങനെ എല്ലാ വൃത്തികേടുകളും എല്ലാം ആൾക്കാർ അതിനെ പൊല്യൂട്ടഡ് ആക്കിയിട്ട്, എന്ന് വെച്ചാൽ അഴുക്കെല്ലാം എറിഞ്ഞിട്ട് ഇനി പേരാറൊരു അഴുക്കുചാലായിട്ട് മാറുന്നു എന്നാണ് കവി വിഷമിക്കുന്നത്. അപ്പോൾ കവിയുടെ മനസ്സിലുള്ള വിഷമമാണ് കാണുന്നത്. എന്തിനെ കണ്ടിട്ടാണ്? കുറ്റിപ്പുറം ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് ബാല്യകാല ഓർമ്മ വന്നു. അതുപോലെ തന്നെ ഈ നദിക്കരയിൽ കളിച്ചിരുന്ന കാര്യം ഓർമ്മ വന്നു. പക്ഷേ ഇപ്പോൾ ഈ നദിയുടെ അവസ്ഥ, ആദ്യം എന്താണ് അദ്ദേഹം ഓർത്തത്? ഇതൊക്കെ ഒരു മാറ്റം വരുമ്പോൾ അതുകൊണ്ട് നല്ല പ്രയോജനം ഉണ്ടാകുമെന്നൊക്കെ വിചാരിച്ചിരുന്നത്. പക്ഷേ അവസാനം അദ്ദേഹത്തിന് മനസ്സിലായി ഇതുകൊണ്ട് എന്തായി, പ്രയോജനമല്ല ഉണ്ടാവുക, ഈ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഒരു അകൽച്ചയാണ് ഉണ്ടാകുന്നതെന്ന് പറയുന്നത്. അപ്പം നമ്മൾക്ക് ഇതൊന്നുകൂടെ ചുരുക്കി ഒന്നുകൂടെ പഠിക്കാം.